പൂട്ടിയതും പൂട്ടാനിരുന്നതുമായ സ്കൂളുകളെ ഏറ്റെടുത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് തന്നെ മാതൃകയായ സർക്കാരായിരുന്നു പിണറായി സർക്കാർ. എന്നാൽ തലസ്ഥാനത്തെ അരുവിക്കര മണ്ഡലത്തിലെ ബോണക്കാട് തേയിലത്തോട്ടത്തിലെ UP സ്കൂൾ കുട്ടികൾ ഉപേക്ഷിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പഞ്ചായത്തിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോണക്കാട് പോളിംഗ് ബൂത്തായി മാത്രം ഈ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അരുൺ സോളമന്റെ റിപ്പോർട്ട് കാണാം. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് 2 മാസം പിന്നിടുമ്പോൾ കുട്ടികളുടെ ആരവങ്ങളൊന്നും തന്നെ ഇല്ലാതെ തലസ്ഥാനത്തെ ഒരു സ്കൂൾ പൂർണ്ണമായും പൂട്ടിക്കിടക്കുകയാണ്. 3 പതിറ്റാണ്ടിന് മുൻപ് 300-ലേറെ കുട്ടികൾ പഠിച്ചിരുന്ന തിരുവനന്തപുരം പാലോട് ഉപജില്ലയിലെ ബോണക്കാട് ഗവൺമെന്റ് UP സ്കൂളിനാണ് ഈ ഗതികേട് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് 1942-ലാണ് ബോണക്കാട് തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളുടെ മക്കൾക്കായി റേഷൻ കടയോട് ചേർന്നുള്ള ചായ്പിൽ ബ്രിട്ടീഷ് കമ്പനി കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ശൈലേഷ് ടി ഫെൻസാലി 1972-ൽ ഇതിനെ LP സ്കൂളായി ഉയർത്തിയിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് മഹാവീർ പ്ലാന്റേഷൻ തേയില ഫാക്ടറി പൂട്ടിയതോടുകൂടി തോട്ടം തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിലായി. പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായതോടുകൂടി രക്ഷിതാക്കളുടെ മനസ്സിലും ഭീതിയേറി. പ്രദേശത്തെ ലയങ്ങൾ പൊട്ടിത്തകർന്നതോടുകൂടി ഒട്ടനവധി കുടുംബങ്ങളാണ് വിതുരയിലേക്ക് താമസം മാറിയത്. ഇതോടുകൂടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്താതായതും. ഇവിടുന്ന് വിതുരയിൽ പോവുക. എത്ര സമയം എടുക്കും ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ? 9 മണിക്ക് എത്തും. 9 മണിക്കാ? എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? 7:30 ഇറങ്ങും. ബോണക്കാടുണ്ടായിരുന്ന അങ്കണവാടിയുടെ പ്രവർത്തനവും നിലച്ച മട്ടിലാണ്. ആകെയുണ്ടായിരുന്ന 3 കുട്ടികൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം വരാതായെന്നാണ് ഹെൽപ്പർ ലത പറയുന്നത്. ഈ ബോണക്കാട് ഈ അങ്കണവാടിയിൽ കുട്ടികളൊന്നും ഇല്ല അല്ലേ? കുട്ടികളുണ്ട്, പക്ഷെ മൃഗത്തിന്റെ ശല്യം കൊണ്ടാണ് അവർക്ക് കൊണ്ടാക്കാൻ പറ്റാത്തത്. പന്നിയുണ്ട്, കരടിയുണ്ട്, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ടാണ് അവർ വരാത്തത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബോണക്കാട് UP സ്കൂളിൽ പ്രവേശനത്തിനായി ഒരു കുട്ടി പോലും എത്തിയിട്ടില്ല. വിദ്യാലയത്തിന് ഒരു ബോർഡ് പോലുമില്ല. സ്കൂളിന്റെ പേരും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാടുകയറിയ കെട്ടിടത്തിൽ മഴ നനഞ്ഞ് ബലക്ഷയവും സംഭവിച്ചു തുടങ്ങി. വിതുര ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പല ആവർത്തി കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി സ്കൂൾ പൂർണ്ണമായും കാട് പിടിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾ പൂർണ്ണമായും നവീകരിക്കുന്നതോടുകൂടി കുട്ടികൾ വീണ്ടും സ്കൂളിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.